അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എല്ലാവർക്കും നമസ്കാരം. മഹാനായ കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ കേരളത്തിലൊരു യാത്ര നടത്തി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ. ആ യാത്രയിലുടനീളം ജനങ്ങളുടെ പൾസറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം എന്ന പ്രമേയമാണ് ഓരോ ജില്ലയിലും ആ ജില്ലക്കാവശ്യമായ ജനങ്ങൾക്കാവശ്യമായ കാര്യങ്ങൾ ക്രോഡീകരിച്ച് കൃത്യമായിട്ടാണ് തിരുവനന്തപുരത്തെത്തിയത്. അതിന്റെ ഏകദേശം കാര്യങ്ങൾ കേരള മുഖ്യമന്ത്രി പിണറായി സഖാവിന് കൈമാറി, അദ്ദേഹത്തെ ഉണർത്തി അറിയിച്ചു. കേരള സമൂഹത്തോട് കൃത്യമായി ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ പോയത്. ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. കാരണം അവരുന്നയിക്കുന്ന ആശയങ്ങൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് കേരള സമൂഹത്തിന്റെ ഇന്ന് ആ വയോവൃദ്ധനായ മനുഷ്യൻ സാക്ഷാൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജിയുടെ അരികിലേക്ക് പോയി കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയും ഇന്ത്യൻ ജനങ്ങൾക്ക് വേണ്ടിയും ഒരുപാട് ആവശ്യങ്ങൾ ഉന്നയിക്കപ്പെട്ടിട്ടുണ്ട്. എത്ര കൃത്യമാണിത്! അദ്ദേഹത്തെ എതിർക്കുന്ന ആളുകൾ പോലും കൈയടിച്ച ചില സാഹചര്യങ്ങൾ, നിമിഷപ്രിയയുടെ വിഷയത്തിൽ അഭിനന്ദിക്കാത്തവരാരുമില്ല. അത്രമാത്രം കൃത്യതയോടുകൂടിയുള്ള ആവശ്യമായ പരിപാടിയായിരുന്നു. ഇടപെടേണ്ട രീതിയും ഇടപെട്ട് കഴിഞ്ഞതിലുള്ള സ്വാധീനവും ഇടപെട്ട് കഴിഞ്ഞതിന് ശേഷമുള്ള ആശ്വാസവും ഇന്ത്യ രാജ്യത്തെ ഓരോ മനുഷ്യർക്കും അഭിമാനിക്കാവുന്നതിലായിരുന്നു. ഇപ്പൊ കേരളത്തിൽ ജനങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും പൊതുവെ ഭാരതത്തിൽ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പ്രയാസങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾക്കെതിരെയുള്ള അക്രമങ്ങൾ, ആൾക്കൊലപാതകങ്ങൾ, ഇങ്ങനെ തുടങ്ങി ഓരോന്നോരോന്നല്ല എല്ലാ വിഷയങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് കാന്തപുരം ഉസ്താദ് അവിടെ പോയിട്ട് അവർക്ക് മുമ്പിൽ ഈ അപേക്ഷകൾ സമർപ്പിച്ചത്, ഈ ആവശ്യങ്ങൾ ഉന്നയിച്ചത്. അതിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കാമെന്നാണ് മോഡിജിയുടെ ഭാഗത്തുനിന്ന് വന്ന അഭിപ്രായം. ഭരിക്കുന്നത് ആര് എന്നുള്ളതിലല്ല, ഭരിക്കുന്ന സമയത്ത് ഭരണീയരായ നമുക്ക് നേടേണ്ട അവകാശങ്ങൾ ആരുടെ മുമ്പിലും പോയി വാങ്ങാൻ കഴിയുക. ഒരു പഞ്ചായത്ത് മെമ്പറോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വാധീന തലത്തിലുള്ള ഒരു വ്യക്തിയല്ല, സാധാ ഒരു പണ്ഡിതൻ, ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഈ രാജ്യത്തിന്റെ പൾസറിഞ്ഞ് ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി, സാധാ യുവാവല്ല, വാർദ്ധക്യം കൊണ്ട് 94 വയസ്സിന്റെ മുകളിലായി, അങ്ങനെയുള്ള ഒരാള് ഇന്ത്യൻ പ്രധാനമന്ത്രിന്റെ അരികിൽ പോയി ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ്. എവിടെയാണ് നമുക്ക് അവരെ കുറ്റപ്പെടുത്താനുള്ളത്? അദ്ദേഹത്തെ ബാഹ്യമായി കണ്ട് കുറ്റപ്പെടുത്തുന്ന പല ആളുകൾക്കും അദ്ദേഹത്തെക്കുറിച്ചൊന്നും അറിയില്ല. ഒരുപാട് പഠിക്കാനുണ്ട്. അദ്ദേഹം ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്തുകൊണ്ട് ആരെങ്കിലും ശ്ലാഘിക്കുന്നുണ്ടാ? ഈ എതിർക്കപ്പെടുന്ന ആളുകൾ എന്തെങ്കിലും ചെറിയ മൈന്യൂട്ട് കുറ്റം വന്നു കഴിഞ്ഞാൽ അതിന്റെ പേര് സോഷ്യൽ മീഡിയയും മറ്റും കണ്ടമാനം ആക്ഷേപിക്കുകയല്ലേ. ഒരു വേള അദ്ദേഹത്തെക്കുറിച്ചൊന്ന് പരിക്കാൻ ശ്രമിച്ചു നോക്കിയാട്ടെ, അപ്പൊ നമുക്ക് ആ വിദ്വേഷം വൈരാഗ്യമൊക്കെ മാറും. ഇന്ന് പഴയതുപോലെയല്ലല്ലോ. ഇത്തരം വിഷയങ്ങളെ കൃത്യമായി അവതരിപ്പിക്കാനും ആവശ്യാനുസൃതം ഇടപെടാനും പറ്റിയ ലോകോത്തര നിലവാരത്തിലുള്ള ലോക പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ട ഒരു വലിയ മനുഷ്യനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രായം വകവെക്കാതെ സമൂഹത്തിന് വേണ്ടി എന്തിനായി ചെയ്യുന്നതെന്ന് ചോദിക്കും, എല്ലാം കുറ്റപ്പെടുത്താൻ നിൽക്കും. ഇനി എത്ര കാലം ജീവിക്കുമെന്ന് ഒരു പ്രതീക്ഷയില്ലാത്ത മനുഷ്യർ, സാധാരണ രീതിയിൽ പറയില്ലേ, പ്രായമായി കഴിഞ്ഞെന്ന് പറയില്ലേ, അങ്ങനെയുള്ള ആ മനുഷ്യൻ പോലും പിന്നെയും ഈ സമൂഹത്തിന് വേണ്ടി ഓടി നടക്കുന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തോട് കാണിക്കുന്ന പ്രതിബദ്ധതയെ നമുക്ക് കാണാതിരിക്കാൻ പറ്റുമോ? അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാ പണ്ഡിതന്മാരെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ വിദ്വേഷത്തിന്റെ വൈരാഗ്യത്തിന്റെ മതിൽക്കെട്ടുകളെ തച്ച് തകർത്ത് സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ കെട്ടിപ്പടുക്കാൻ നമുക്ക് സാധിക്കട്ടെ. അള്ളാഹുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. നന്ദി, നമസ്കാരം.